ഒരു വർഷത്തിനിടെ ട്രംപ് ആക്രമിച്ചത് 7 രാജ്യങ്ങളെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തിനു വേണ്ടിയിട്ടാണ് ഈ യുദ്ധങ്ങൾ എന്ന് പലപ്പോഴും മനുഷ്യർ ചിന്തിക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് അമേരിക്കയുടെ ഉള്ളിൽ തന്നെയുള്ള ഏറ്റവും വലിയ ചർച്ച എന്ന് പറയുന്നത് ഇസ്രയേലിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് മുട്ടുമടക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ യുദ്ധവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ യുദ്ധങ്ങൾ നടപ്പാക്കുന്നത് അമേരിക്ക തന്നെയല്ലേ? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യൻ രാജ്യങ്ങളെന്നല്ല, ലോകത്തെ ഏതൊരു രാജ്യം തങ്ങൾക്ക് മുകളിലേക്ക് ഉയരുമെന്ന് തോന്നുമോ അപ്പോഴെല്ലാം അവരെ വലിച്ചു താഴെ ഇറക്കുക എന്നുള്ളൊരു ടെൻഡൻസി കാണിക്കുന്ന ഒരു രാജ്യമാണ് ഈ പറഞ്ഞ അമേരിക്ക. അത് എന്ത് തരത്തിലും ആയിക്കോട്ടെ. ഇപ്പോൾ എല്ലാവരും പറയുന്നത് പോലെ എണ്ണ ശേഖരം, ഈ ക്രൂഡ് ഓയിൽ ശേഖരം ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളെ കൃത്യമായി ലക്ഷ്യം വെക്കുന്നതിൽ ഈ പറഞ്ഞ അമേരിക്ക കൃത്യമായി കണ്ണുവെക്കുന്നുണ്ട്. നമ്മൾ കണ്ടിരുന്നു പല രാജ്യങ്ങളെയും അടിച്ചമർത്തുന്ന, അവിടുത്തെ ഭരണ നേതാക്കളെയെല്ലാം രായ്ക്ക് പിടിച്ചുകൊണ്ടു പോകുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇറാന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഇസ്രയേൽ പലസ്തീനുമായി യുദ്ധം നടത്തുന്നു, പലസ്തീനിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു, പലസ്തീൻ തിരിച്ചു പിടിക്കണമെന്ന ആവശ്യവുമായി അവിടെ ഇസ്രയേൽ ഭരിക്കണം, ഇസ്രയേലിന് അവിടെ ഒരു നേതൃത്വം ഉണ്ടാകണമെന്ന ആവശ്യം ഉണ്ടാകുന്നു. അവർ തമ്മിൽ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അമേരിക്ക ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്നു, ഇത്തരത്തിൽ ഈ രാജ്യത്തെ പിടിച്ചടക്കാൻ സപ്പോർട്ട് ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായി ഇറാൻ നേരിട്ടോ അല്ലാതെയോ പലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയോടൊരു വലിയ സംഘർഷം ഉണ്ടാകുമ്പോഴാണ് ഇത് ഇസ്രയേൽ ഇറാൻ സംഘർഷമായി നേരിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ ചുക്കാൻ പിടിച്ച് അമേരിക്ക വരുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇറാന് ഒരു വലിയ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്, അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ മിസൈൽ ശേഖരമുണ്ട്. നമുക്കറിയാം, ലോകത്തെ ഏത് രാജ്യത്തെ എടുത്ത് നോക്കിയാലും ഇറാനുള്ള അത്രയും വലിയ മിസൈൽ ശേഖരം മറ്റൊരു രാജ്യത്തിനും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. ഈ രണ്ട് ഫാക്ടേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫാക്ടറാണ് ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത്. ഇറാന്റെ കയ്യിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്, ആണവായുധമുണ്ട്. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പോലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും കൃത്യമായ ആണവായുധ ശേഖരം ഈ പറഞ്ഞ ഇറാന്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആയത്തുള്ള അലി ഖമേനി ഒരു കൊച്ചുകുട്ടിയെ വിളിച്ചു നിർത്തി സംസാരിക്കുന്ന ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ആ കുഞ്ഞു പറയുകയാണ്, എനിക്ക് രക്തസാക്ഷിയാകണം എന്ന് പറയുമ്പോൾ ഖമേനി പറയുന്നൊരു കാര്യമുണ്ട്, നീ പഠിക്കണം, നീ വളരണം, നീ മുതിർന്ന ഒരാളാകണം, എന്നിട്ട് നീ ഒരു സയന്റിസ്റ്റ് ആകണം, എന്നിട്ട് നീ 80 or 90 വയസ്സാകുമ്പോഴേക്കും നീ രക്തസാക്ഷി ആയിക്കോ എന്നാ പറയുന്നത്. വളരെ ക്യൂട്ടായിട്ടുള്ള സംഭവമാണ്. ഖമേനി ആ കുട്ടിയോട് പറയുന്നത് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആകാനോ ഒന്നുമല്ല, അദ്ദേഹം പറയുന്നത് സയന്റിസ്റ്റ് ആകാനാണ്. ഇറാനിൽ ഒരുപാട് ആണവ ശാസ്ത്രജ്ഞരുണ്ട്, അതിൽ തന്നെ ആണവ ശാസ്ത്രജ്ഞരുണ്ട്. അവരുടെ ആണവായുധം എന്ന് പറയുന്നത് ഇറാൻ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് തങ്ങളെക്കാൾ വലിയൊരു ശക്തി ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്ന് പറയുന്നത് ഇറാനോടുള്ള ഒരു വലിയ കോംപ്ലക്സിന് കാരണമാണ്. ഇത് തന്നെയാണ് ഇറാനെ താഴെ ഇറക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതിന്റെ ഒരു വലിയ കാരണം എന്ന് പറയുന്നത്. അതിന് ഇസ്രയേൽ കൃത്യമായി ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുന്നു, അതിൽ ട്രംപ് കയറി പിടിക്കുന്നു, ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകുന്നു. വലിയ യുദ്ധത്തിന് ഇപ്പൊ നമുക്കറിയാം, ഇറാൻ കൃത്യമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, നിങ്ങൾ യുദ്ധം തുടങ്ങിയാലും അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കും, നിങ്ങൾ തുടങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും ആദ്യത്തെ ദിവസം അടിക്കുന്ന അടിയിൽ വീണു പോകുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെയാണ്. ഖമേനി എന്ന് പറയുന്നത്, ഇപ്പോൾ ഇറാനിൽ കുറെ ആഭ്യന്തര പ്രശ്നങ്ങൾ, കുറെ ഇന്റേണൽ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അവരുടെ പരമോന്നത നേതാവ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഭൂരിഭാഗം ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. ഇപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ പല പ്രശ്നങ്ങളും ഉണ്ടാകാം. ഒരു മുടി പോലും, സ്ത്രീകൾക്ക് ഒരു മുടി പോലും പുറത്തിടാൻ കഴിയില്ല, വണ്ടി ഓടിക്കാൻ കഴിയില്ല, സ്വാതന്ത്ര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒട്ടുമില്ലാത്തൊരു കാര്യം തന്നെയാണ്. പക്ഷെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു US പോലുള്ള ഒരു രാജ്യത്ത് നിന്ന് ഒരു വലിയ റിജൈം വന്നത് മാറ്റി ഇപ്പൊ അവിടെ ഒരു വലിയൊരു നേതൃമാറ്റം ഉണ്ടാവുക എന്നുള്ളതല്ല. അതിന്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് അതിന്റെ ആഭ്യന്തരപരമായി അതിന്റെ ഉള്ളിൽ തന്നെയാണ് നടത്തേണ്ടത്. അപ്പോൾ ഈ മാറ്റം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ അമേരിക്ക നിന്നാൽ പോലും ഈ പറഞ്ഞ ഖമേനിക്കൊപ്പമാണ് ഈ ഭൂരിപക്ഷം ആൾക്കാർ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ പുണ്യമാസത്തിൽ നടന്ന ആക്രമണത്തെ ഇറാൻ കംപ്ലീറ്റ് ആയിട്ട് ചെറുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇന്ത്യക്കകത്ത് നമുക്ക് കുറെ പ്രശ്നങ്ങളുണ്ട്, നമ്മൾ പല പാർട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ത്യക്കകത്തേക്ക് മറ്റൊരു രാജ്യത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടായാൽ ഒരിക്കലും ഈ പറഞ്ഞ ഉള്ളിലെ പ്രശ്നങ്ങൾ പ്രതിഫലിക്കില്ല. ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെയായിരിക്കും നേരിടുക. അതുപോലെ തന്നെയാണ് ഇറാന്റെ കാര്യം. അല്ല, ഇവിടെ ഈ വിഷയങ്ങളെല്ലാം നിലനിൽക്കുന്ന സമയത്തും ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യ ഇപ്പോഴും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ആളുകളുണ്ട്, ഇസ്രയേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ആളുകളുണ്ട്, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാഗം ആളുണ്ട്. എന്തിനാണ് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ മറ്റൊരു രാജ്യത്തെ സപ്പോർട്ട്, ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളതാണ് ശരി. ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല,
യുദ്ധത്തെ അപലപിച്ചിട്ടുണ്ട്. അതെ, ഇന്ത്യ ഒരു കാലത്ത് ഇപ്പൊ ഏതൊരു സംഘർഷം പശ്ചിമേഷ്യയിലായിക്കോട്ടെ എവിടെയാണെങ്കിലും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വിഷയത്തിൽ ഇന്ത്യ അനാവശ്യമായി കൈകടത്തുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ട്രംപിന്റെ സ്വഭാവം ഇവിടെ ആർക്കും ഇല്ല, ഇന്ത്യയിൽ ആർക്കും ഇല്ല. ട്രംപിനെ ഇതിനെല്ലാം നയതന്ത്ര റീസൺസ് ഉണ്ട്. ഇപ്പോ ഇസ്രയേലുമായി ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്, ഇറാനുമായി നല്ല ബന്ധമുണ്ട്, അമേരിക്കയുമായി നല്ല ബന്ധമുണ്ട്. ഈ നല്ല ബന്ധങ്ങൾ മറ്റൊരു രാജ്യത്തിന്റെ പേരിൽ നശിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമില്ല. എന്നാൽ പോലും ജീനോസൈഡിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്ത്യയിൽ നിന്ന് ആരും ഒരു കുഞ്ഞു പോലും മരിച്ചു വീഴുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഒരു ആക്രമണം ഉണ്ടായാൽ കൃത്യമായി അപലപിക്കും, പക്ഷെ ഒരു രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധങ്ങളെല്ലാം നിർത്തിയത് താനാണ് എന്ന് പറയുന്ന വിളിച്ചു പറയുന്നൊരു രീതിയുണ്ട്. പലരും പറയുന്നത് നോബൽ പ്രൈസിന് വേണ്ടിയിട്ട് ട്രംപ് കാണിക്കുന്ന കാട്ടിക്കൂട്ടലാണ്. കാരണം യുദ്ധം ഉണ്ടാക്കുന്നു ഒരു സൈഡിൽ, ഇപ്പുറത്ത് വന്നിട്ട് പറയുകയാണ് ഞാനാണ് ഈ യുദ്ധം നിർത്തിയത്. രാഹുൽ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ നൊബേൽ പീസ് പ്രൈസ് ഡിക്ലറേഷന്റെ ആ സമയത്ത് അദ്ദേഹം കുറച്ച് പിന്നെ ഞാനൊരു 8 യുദ്ധങ്ങൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്ത്യ പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിർത്തിയത് ട്രംപ് അല്ല. എന്നാലും പിന്നെ അടുത്ത വേദിയിൽ പോയിട്ട് ഞാനൊരു 8 യുദ്ധങ്ങൾ ഇന്ത്യ പാക് യുദ്ധമടക്കം നിർത്തിയിട്ടുണ്ട്. വീണ്ടും ഇന്ത്യ പറയുന്നു ട്രംപ് അല്ല ഇത് ചെയ്തത്. ഇത് ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ചോദ്യമുണ്ട്, ട്രംപ് എന്തിനാണ് തന്റെ ട്വിറ്റർ പോസ്റ്റ് റിമൂവ് ചെയ്തതെന്നൊരു ചോദ്യമുണ്ട്. അതായത് പെട്ടെന്ന് വരികയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ ഇടപെട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോസ്റ്റ് കാണാനില്ല, അതും പിൻവലിച്ച് പോകേണ്ട അവസ്ഥ വന്നു. ഈ പറഞ്ഞ നൊബേൽ പീസ് പ്രൈസ് കിട്ടും കിട്ടില്ല മറ്റേ പ്രാഞ്ചിയേട്ടന്റെ സീനായിരുന്നു. അവസാനം അദ്ദേഹത്തിന് അല്ല പീസ് പ്രൈസ് കിട്ടിയത് എന്നുള്ള ഡിക്ലറേഷൻ ഉണ്ടായപ്പോ കസേരന്ന് വീണു എന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും കഴിഞ്ഞ വർഷമോ പോയി, അടുത്ത വർഷമെങ്കിലും എനിക്കത് തിരിച്ചു പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കുറെ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന 7 യുദ്ധങ്ങളായി, ഇനി ഒരു 3 യുദ്ധങ്ങളും കൂടെ കാണാൻ കഴിയുമായിരിക്കും. അപ്പോഴത്തേക്ക് അമേരിക്ക കാണുമ്പോൾ ലോകരാജ്യങ്ങൾ കാണുമെന്നൊരു ചോദ്യമുണ്ട്. വലിയ ചോദ്യമാണ്. ഇപ്പൊ ഇറാനെ ചൊറിയുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ശരിക്കും ഭയപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. അവർ ആണവായുധം എടുത്ത് പൊട്ടിക്കുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചെയ്യില്ലായിരിക്കും. കാരണം ഇതെല്ലാം ഒരു മാനുഷികത എന്ന് പറയുന്ന ഒരു ഫാക്ടർ അതിനകത്തുണ്ട്. ഇപ്പൊ എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ, ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളും, നമ്മൾ ഈ പറഞ്ഞുപോയ എല്ലാ രാജ്യങ്ങളുടെയും കയ്യിൽ ആണവായുധ ശേഖരമുണ്ട്. ചെറുതോ വലുതോ ആയ എന്തെങ്കിലുമൊക്കെ അവരുടെ കയ്യിലുണ്ട്. പക്ഷെ ഇതൊന്നും ഇവരാരും എടുത്ത് പ്രയോഗിക്കില്ല. അതെല്ലാം രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ പേരിലാണ്. ഉപയോഗിക്കില്ലായിരിക്കാം. പക്ഷെ ഇറാന്റെ പരമോന്നത നേതാവിനെ തൊട്ടതിലൂടെ അവർ വലിയ പ്രകോപനത്തിലായിരിക്കില്ല ഉണ്ടാവുക. അവർക്ക് ഉറപ്പായും വലിയ രീതിയിൽ തിരിച്ചടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും. ഇറാന്റെ ആക്രമണം എടുത്ത് വെച്ച് നോക്കൂ, ഏകദേശം 6ഓളം വരുന്ന GCC കൺട്രികളെയാണ് ഒരേ സമയം ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം മറ്റുള്ള രാജ്യങ്ങളെ ഏകദേശം 10 രാജ്യങ്ങളെ ഒരേ സമയം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയൊരു രാജ്യം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതെ, ഇപ്പോ കഴിഞ്ഞ ജൂണിൽ ഒരു സംഘർഷം ഉണ്ടായിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിൽ. അന്ന് ഖത്തറിലേക്ക് മിസൈൽ അയച്ചപ്പോൾ ഖത്തറും ഈ പറഞ്ഞ GCC രാജ്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ഇടപെട്ടു. ഈ പരിപാടി ഇവിടെ നിർത്തണം. അവർ ഏകദേശം ഒരു ഇറാന്റെ സപ്പോർട്ടിലുള്ള ഒരു ലൈനിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. ഇറാൻ ഒന്നും നോക്കാതെ ശക്തമായി ഈ പറഞ്ഞ എല്ലാ GCC രാജ്യങ്ങളിലുമുള്ള അമേരിക്കയുടെ എയർബേസുകളിലേക്ക് കൃത്യമായിട്ട് മിസൈൽ അയച്ചിട്ടുണ്ട്. ഇതൊന്നും തെറ്റിപ്പോയി വീണ മിസൈലുകളല്ല, കൃത്യ ഉദ്ദേശത്തോടു കൂടി പോയി വീണ മിസൈലുകൾ തന്നെയാണ്. ഇപ്പോഴും ഖത്തറിലും ഒമാൻ അടക്കമുള്ള, ഇന്നലെ ഞാനൊരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഒമാനിൽ മാത്രം ഇറാൻ മിസൈലുകൾ അയക്കുന്നില്ല. ഒരു അരമണിക്കൂറിന് ശേഷം കാണുകയാണ് ഒമാനിൽ മിസൈൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ഇറാന് വ്യക്തമായിട്ട് അറിയാം GCC രാജ്യങ്ങൾ ഉറപ്പായും ഇറാനെതിരെ തിരിയും. ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ചൈനയിൽ നിന്ന് കുറച്ച് ഇന്റർസെപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിസൈലുകളെ തടുക്കുന്ന ഉപകരണങ്ങൾ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ധാരണാപത്രം നേരത്തെ ഒപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഹൂതികൾ ഉണ്ടാകും, ഹിസ്ബുള്ളകൾ ഉണ്ടാകും. ഈ വലിയൊരു GCC രാജ്യങ്ങളും അതുപോലെ തന്നെ അമേരിക്കയും ഇസ്രയേലും എല്ലാം അപ്പുറത്ത് നിന്നിട്ട് പോലും ഇത്രയും പോരാടാനുള്ള ധൈര്യം അവർക്കുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആയുധശേഖരം അവരുടെ കയ്യിലുണ്ട്. മിസൈലുകളായിക്കോട്ടെ, ആണവായുധമായിക്കോട്ടെ, അതുപോലെ തന്നെ ഡ്രോണുകളായിക്കോട്ടെ, എല്ലാം അവരുടെ കയ്യിലുണ്ട്. ഇതൊന്നും അറിയാതെ ഒരു വലിയ യുദ്ധം തുറന്നു വിട്ടത് പല കാര്യങ്ങളും മുക്കിക്കളയാനാണെന്നുള്ള കോൺസ്പിറസി തിയറികളും നമ്മൾ കേട്ടിട്ടുണ്ട്. ട്രംപിന്റെ പല കാര്യങ്ങൾ. അപ്പോൾ ഈ യുദ്ധം അവസാനിപ്പിച്ച് നൊബേൽ നേടാനാണ് ട്രംപ് ഇരിക്കുന്നതെങ്കിൽ ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിൽ എന്തായിരിക്കും ചെയ്യുക? അടുത്ത നൊബേൽ പീസ് പ്രൈസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇവരൊക്കെ ഉണ്ടായാലല്ലേ ഈ പറയുന്ന ഡിക്ലറേഷൻ ഉണ്ടാകുന്നുള്ളൂ. അല്ല, എന്താണെങ്കിലും ഒന്ന് സംഭവിക്കും, ലോകം മുഴുവൻ ഒരു റിസഷനിലേക്ക് പോകാൻ പോവുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പങ്കാണ് ഇപ്പോൾ GCC കൺട്രികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓയിൽ ബ്ലാസ്റ്റിംഗ്. ഓയിൽ ബ്ലാസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനർജി സോഴ്സിലേക്ക് എല്ലാം ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്, മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓയിൽ സപ്ലൈ ചെയ്യുന്ന പല കേന്ദ്രങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പോർട്ടുകൾ. അപ്പോൾ ഇതെല്ലാം ഒരു നാശത്തിലേക്ക് പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു കറക്ഷൻ സംഭവിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ വേൾഡിൽ നിന്ന് തന്നെ ട്രില്യൺസ് ഓഫ് റുപ്പീസ്
വാനിഷ് ആകാൻ പോകുന്ന ഒരു സാഹചര്യമാണ് ഈ യുദ്ധത്തിലൂടെ നടക്കാൻ പോകുന്നത്. പൈസയൊക്കെ സൂക്ഷിച്ചും കണ്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരെ വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇതിന്. അതെ, ഇന്ത്യയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം പോർട്ടിലേക്ക് തന്നെ പല കപ്പലുകളും വന്നെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം എന്ത് തന്നെയാണെങ്കിലും യുദ്ധം ഇനിയും നീളും, അത് വലിയൊരു വിപത്തിലേക്കായിരിക്കും പോകുന്നത്.